നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോടനാട് ആനസങ്കേതത്തിലേക്ക്. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മുന്നോട്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അടുത്ത സ്ഥലത്തുനിന്ന് അതിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ പുറകെ കാണിക്കാം. എന്തായാലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തേക്കട്ടെ. ഇവിടെ നിറച്ച് വണ്ടികളാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി മിക്കവാറും പാർക്ക് ചെയ്യേണ്ടി വരും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുധീഷ് മംഗലശ്ശേരി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോടനാടാണ്. കോടനാട് ഇവിടെ ഒരുപാട് മാനുകളുണ്ട്, ആന, ഇതിനെല്ലാത്തിനെയും കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. കമാൺ. കോടനാട് എന്നുള്ളത് ആ സ്ഥലപ്പേരാണ് ശരിക്കും. ആ ടൂറിസത്തിന്റെ പേര് പാണൻകുഴി ഇക്കോ ടൂറിസം എന്നാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണിത്. അപ്പോൾ ഇവിടെ കുംകി ആനനെ കാണാൻ പറ്റും. പിന്നെ മാനുകളുണ്ട്, പിന്നെ ചിത്രശലഭങ്ങളുടെ ശലഭോദ്യാനം ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഇട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരിക്കും ആസ്വദിക്കാവുന്നൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ പാണൻകുഴി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വെക്കേഷനോ അല്ലെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും വരാവുന്നൊരു കാലാവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത്. കാരണം ഭയങ്കര രസമാണ്. ഇവിടുത്തെ കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും എല്ലാവർക്കും എത്തിച്ചേരാവുന്നൊരു പ്രദേശം തന്നെയാണത്. നമ്മൾ മാനുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാഴ്ച കാണാൻ കേട്ടോ. അങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ കൊമ്പൊക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ നോക്കിക്കണോ? എവിടെ ശരിക്കും കാണാൻ പറ്റും. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ആനസങ്കേതത്തിലേക്കാണ് കേട്ടോ. ഇതെല്ലാം ഒരു കോമ്പൗണ്ടാണ്. ഇത്ര ഏക്കറിലാണ് നിൽക്കുന്നത്. പാണൻകുഴി ഇക്കോ ടൂറിസം എന്നുള്ള ബോർഡ് നിൽക്കണം. എലിഫന്റ് ക്യാമ്പ്, ശരിക്കും കാപ്രിക്കാട് എലിഫന്റ് ക്യാമ്പ് എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. ഇപ്പം ഓരോ ടൈപ്പ് ആനകളെ ഇപ്പം കാണുന്നത്. അതിൽ ദേവ കണ്ടോ, നല്ല രസമല്ലേ? തലയിൽ മുടിയൊക്കെ ഇങ്ങനെ ഈര് വെച്ചിരിക്കുന്ന പോലത്തെ എടുത്തൽ. എല്ലാത്തിനും ഇതുപോലെ അടുത്ത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നേരിട്ട് പോയി തന്നെ അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും ദൃശ്യഭംഗിയൊക്കെ ആസ്വദിക്കണം ശരിക്കും. ഇപ്പോൾ ആനേനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്തത് എന്താ പറയുക, ഇതുങ്ങളെ കുളിപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ പ്രദേശത്തേക്കാണ് പോയത്. അപ്പോൾ ആ കുളിപ്പിക്കുന്ന പ്രദേശത്തിൻ്റെ അടുത്തായിട്ട് തന്നെ അതൊരു പുഴയാണ്. പുഴയുടെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ നിന്ന് പിന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇവിടുന്ന് നമുക്ക് ഔട്ട് സൈഡിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ശരിക്കും. ഔട്ട് സൈഡിലേക്ക് മീൻസ് ലാസ്റ്റ് ഭാഗം അതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട ഒരു കരിവീരൻ നിൽക്കണുണ്ടല്ലോ, തനിക്കാട്ടാന. ഓരോരുത്തരുടെ പേരും വയസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ബോർഡുകളിലൊക്കെ അവിടെ. അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കണം ശരിക്കും. പിന്നെ ശരിക്കും സമയം എടുത്ത് പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നേരത്തെ പോയി കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. അവിടുത്തെ പ്രവേശനത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ സമയം എടുത്തിട്ട് പോകണ്ട. പിന്നെ ഇതിനടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 4-5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഇപ്പോൾ കൊട്ടവഞ്ചിയുടെ ഒരു സെറ്റപ്പ് ഉണ്ട് ടൂറിസത്തിൻ്റെ ഇതിൽ. പിന്നെ അവിടെ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് പാണേലിപ്പോര് വരുന്നത്. ഞങ്ങളിത് കഴിഞ്ഞിട്ട് നേരെ പോയത് പാണേലിപ്പോരിലാണ്. അപ്പോൾ അവിടെ ഭയങ്കര രസമാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ കുറച്ചും പറഞ്ഞില്ലേ, ആനകളെ കുളിപ്പിക്കുന്നൊരു സ്ഥലം. അത് ഈ പുഴയിൽ ഇറക്കി ഇപ്പോൾ ഈ തടി കൊണ്ട് കെട്ടിയിരിക്കണ്ട വെയിൽ പോലെ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് പിന്നെ ആനകളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ആനകളെ കുളിപ്പിക്കുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ എത്തിച്ചേരാം നിങ്ങൾക്ക്. ഇതാ പാർക്കിൻ്റെ ഭാഗമോ ശരിക്കും. ഞാൻ കുറച്ചും പറഞ്ഞില്ലേ, ഇതാണ് ആ പാർക്കിൻ്റെ ഭാഗം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. പിന്നെ ഊഞ്ഞാലുകളുണ്ട്, അതിൽ ആടാൻ നമുക്ക്. പിന്നെ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതിൽ തന്നെ നമുക്ക് കോഫിയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. തേന്, കോഫി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ് അത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്ക് എന്തായാലും പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പരമാവധി രാവിലെ തന്നെ ചെന്നാൽ ഇതൊക്കെ കവർ ചെയ്ത് അടുത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. തമിഴ് മക്കൾക്കാകെ വിജയണ്ണൻ വാഴ്ക. പ്രിയപ്പെട്ട വിജയണ്ണന് എല്ലാവിധ ആശംസകളും. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാടൻ
വിജയ് തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഞങ്ങളന്ന് യാത്ര പോയത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേക വീഡിയോയിൽ ആശംസകൾ പറഞ്ഞ അദ്ദേഹത്തിനായിട്ട്. ഇനി നമുക്ക് പാണേലിപ്പോരിൽ ചെന്നിട്ട് കാണാം.